അങ്ങനെ ഉറ പൊട്ടുകയാണ്. ആ ഉറ പൊട്ടിയ സ്ഥലത്ത് ഹാജറ ബി ഒരു തടാകം കെട്ടി. തടാകം കെട്ടിയിട്ട് പറഞ്ഞു, സം 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 സം, നീ ഇവിടെ ഒന്ന് അടങ്ങ്, വെള്ളം തുളുമ്പാൻ പറ്റൂലല്ലോ. അങ്ങനെ ആ ഉറ പൊട്ടിയത് അങ്ങനെ കൂടുതൽ വരികയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിൽ മക്ക മുഴുവൻ പുഴയായി തീരുമായിരുന്നു എന്നായിരുന്നു. അങ്ങനെ ഹാജറ ബീവി അത് അവിടെ ഒരു തടാകം കെട്ടി, അതിൽ നിന്നും വെള്ളം മകന് കൊടുത്തു. ഹാജറ ബീവി അതിൽ നിന്ന് കുടിച്ചു. മാത്രമല്ല, അവർ ക്ഷീണമകറ്റി, എങ്ങനെ കുളിച്ച് എല്ലാം ക്ഷീണമറ്റി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ വേറൊരു സംഭവം നടക്കുകയുണ്ടായി. ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ സാറാ ബീവിക്ക് കുട്ടികളില്ല. എന്നാൽ ഹാജറ ബീവിയെ കല്യാണം കഴിച്ചു 19 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ വലിയ തൗഫീക്ക് സാറാ ബീവിക്ക് ഒരു കുട്ടി പിറക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് ഇസ്ഹാഖ് എന്നാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന് സാറാ ബീവിക്കുണ്ടായ മകൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാജറ ബീവി മകനും അങ്ങനെ വെള്ളം കിട്ടി അവിടെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് മലയുടെ അപ്പുറത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്. ജുർഹും ഗോത്രക്കാരാണ്. വിരോധമില്ലെങ്കിൽ കൂടെ കൂടാം. വീണ്ടും കാണാം.